ലൈംഗിക അധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിന് വീണ്ടും കുരുക്ക്. കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. ബോണ്ടിൽ ഒപ്പുവെക്കാത്തത് സംബന്ധിച്ചുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കോടതി നടപടി. അർച്ചനയുടെ കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി. അർച്ചന, ഇപ്പോൾ പ്രതിഭാഗം അഭിഭാഷകരോട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇന്നലത്തെ ആ ഒരു ജയിലിൽ നിന്ന് ഇറങ്ങാതെയുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ ആ ഒരു നിരാകരണം ഇപ്പോൾ വീണ്ടും ജാമ്യത്തെ ബാധിക്കുന്ന ഒരു സാഹചര്യമാണോ ഉണ്ടായിരിക്കുന്നത്? സുന്ദരി, തീർച്ചയായും ജാമ്യം ലഭിച്ചതിന് ശേഷം അരങ്ങേറിയ നാടകീയ സംഭവങ്ങൾ തന്നെയാണ് ഇത്തരത്തിലൊരു കോടതി സ്വമേധയാ കേസെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. പ്രധാനമായും പ്രതിഭാഗം അഭിഭാഷകരോടാണ് ഇപ്പോൾ ഹാജരാകാൻ പറഞ്ഞത്. 10:15 ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായും ഇന്നലെ ജാമ്യം ലഭിച്ചിട്ടും ഈ ബോണ്ടിലടക്കം ഒപ്പുവെക്കാൻ ബോബി ചെമ്മണ്ണൂർ വിസമ്മതിച്ചിരുന്നു. ഇത് സംബന്ധിച്ച തന്നെ കോടതി ചോദിച്ചറിയും. ഇപ്പോൾ PV കുഞ്ഞികൃഷ്ണൻ്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഇപ്പോഴും ജയിലിൽ നിന്നും പുറത്തിറങ്ങിയിട്ടില്ല. ബോണ്ടിൽ ഒപ്പുവെക്കുന്ന അടക്കമുള്ള നടപടികൾ ഇനി കടക്കാനിരിക്കുകയാണ്. ഇന്ന് തന്നെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇതൊരു കോടതി അലക്ഷ്യമല്ല. കോടതി ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകുകയാണ് ചെയ്തത്. അതായത് ഇന്നലെ ഇത്തരത്തിൽ ജാമ്യം 3:30 ജാമ്യത്തിൻ്റെ ഉത്തരവ് വരുന്നു. അത് പിന്നീട് കാക്കനാട് ജില്ലാ ജയിലിലേക്ക് കൈമാറുന്നു. എന്നാൽ ആ ബോണ്ടിൽ ഒപ്പുവെക്കാൻ ഇത്തരത്തിൽ പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ബോബി ചെമ്മണ്ണൂർ വിസമ്മതിക്കുന്നു. അങ്ങനെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഈ ജയിൽ മാറ്റുകയാണോ വേണ്ടത് എന്നൊരു നിഗമനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതാണോ ഈ ജയിൽ എന്നൊരു സ്ഥലത്തിലേക്ക് കാര്യങ്ങൾ ഇന്നലെ നീങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ പ്രധാനമായും ഈ പ്രതിഭാഗം അഭിഭാഷകർ മുന്നോട്ട് വെക്കേണ്ടി വരും. അതിൻ്റെ കാരണം കാണിക്കലടക്കം കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. എന്തായാലും അത്തരത്തിലൊരു നടപടിയാണ് ഇന്നലെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇവർ തന്നെയാണ് ഇത്തരത്തിൽ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിക്കുകയും പിന്നീട് കോടതി പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജാമ്യം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളെല്ലാം തന്നെ കോടതി പറഞ്ഞതിന് വിപരീതമായിരുന്നു. അതായത് ജാമ്യം ലഭിച്ചിട്ടും കോടതി ജയിലിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ ഇത്തരത്തിൽ ബോബി ചെമ്മണ്ണൂർ വിസമ്മതിക്കുന്നു. ബോണ്ടിൽ ഒപ്പുവെക്കാൻ സമ്മതിക്കാതിരിക്കുന്നു. അത്തരത്തിലുള്ള നാടകീയ സംഭവങ്ങൾ അരങ്ങേറുന്നു. ഇതിനെ തുടർന്നാണ് കോടതി സ്വമേധയാ ഇപ്പോൾ ഇടപെട്ട കേസ് വീണ്ടും പരിഗണിക്കാനായി പോകുന്നത്. എന്തായാലും ബോബി ചെമ്മണ്ണൂർ സംബന്ധിച്ച ഇത് വീണ്ടും വലിയ കുരുക്കായി മാറുകയാണ്. കാരണം ഇത്തരത്തിലൊരു ജാമ്യം ലഭിച്ചിട്ടും വീണ്ടും ജയിലിൽ തന്നെ തുടരാൻ തീരുമാനമെടുക്കുകയും പിന്നീട് പല രീതിയിലുള്ള നാടകീയ സംഭവങ്ങൾ അരങ്ങേറുകയും ചെയ്യുകയാണ്. അതിനെതിരെയാണ് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് പ്രതിഭാഗം അഭിഭാഷകരോട് ഹാജരാകാൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുകയും വേണം. പ്രധാനമായും ഇന്നലെ ജാമ്യം ലഭിച്ചിട്ടും അദ്ദേഹം പുറത്തിറങ്ങാത്തതിന് കാരണമായി പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ അതായത് ഈ ജാമ്യം ലഭിച്ചിട്ടും ഇത്തരത്തിൽ കഴിയുന്ന, അതായത് ജയിലിൽ തന്നെ കഴിയുന്ന ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഇന്നലെ ഇങ്ങനെ ഒരു നടപടി എടുത്തതെന്നാണ് അഭിഭാഷകർ പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പുറത്തിറങ്ങാതിരുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ട് സ്വമേധയാ കേസ് വീണ്ടും പരിഗണിക്കുന്നത്. 10:15 പ്രതിഭാഗം അഭിഭാഷകരോട് ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. അഭിഭാഷകർ ഇപ്പോൾ ഇവിടെ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ എല്ലാ നടപടിക്രമങ്ങളും ജയിൽ അധികൃതർ ഇന്നലെ തന്നെ പൂർത്തിയാക്കിയതാണ്. തുടർന്ന് ഇത്തരത്തിലൊരു നിസ്സഹകരണം ഉണ്ടായത് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്ത് നിന്നാണ്. മാത്രമല്ല ഇന്നലെ നിരവധി ആളുകൾ ഈ ആരാധകർ എന്ന പേരിൽ ഇവിടെ എത്തുകയും തടിച്ചുകൂടുകയും നാടകീയ രംഗങ്ങൾ ഉണ്ടാക്കുകയും എല്ലാം ചെയ്തിരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കോടതി ഉടനടി വിഷയത്തിൽ ഇടപെട്ട ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിശദീകരണം നൽകാനായിരിക്കും പ്രതിഭാഗം അഭിഭാഷകരോട് എന്തായാലും ഈ നിർദ്ദേശം നൽകുക. എന്തായാലും 10:15 ഇവർ ഈ കോടതിക്ക് മുന്നാകെ ഹാജരാകണം, കാര്യങ്ങൾ വിശദീകരിക്കണം. എന്തായാലും ബോബി ചെമ്മണ്ണൂരിന് ഇനി പുറത്തിറങ്ങാൻ യാതൊരു തടസ്സവുമില്ല. എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഇന്നലെ തന്നെ അധികൃതർ പൂർത്തിയാക്കിയിരുന്നു. എന്നിട്ട് വീണ്ടും അത്തരത്തിലൊരു നിസ്സഹകരണം തുറന്നത് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തു നിന്നാണ്. അത്തരത്തിലൊരു ബോബിയുടെ ഒരു ഷോയാണ് ഇന്നലെ ജയിലിൽ അരങ്ങേറിയത്. അത്തരത്തിലൊരു ഷോ കാണിക്കേണ്ട വേദിയാണോ ഈ ജയിൽ എന്നടക്കമുള്ള കാര്യങ്ങളാണ് എന്തായാലും കോടതി ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുക. എന്തായാലും കോടതി അലക്ഷ്യം എന്ന് പറയാനാകില്ലെങ്കിൽ പോലും കോടതിയുടെ നിർദ്ദേശത്തെ ധിക്കരിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരു നിയമലംഘനമായി ഇതിനെ കാണിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിലടക്കം വ്യക്തത വരുത്തേണ്ടത്. എന്തായാലും ഇത് സംബന്ധിച്ച് പ്രധാനമായും കോടതി ഇത്തരം കാര്യങ്ങൾ എന്തായാലും ആരായും അഭിഭാഷകരടക്കം ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അഭിഭാഷകരെത്തും. അതിനുശേഷം ഇന്ന് തന്നെ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്നും ഇറങ്ങാനുള്ള ഒരു സാധ്യത എന്തായാലും കാണുന്നുണ്ട്. നിലവിൽ എന്തായാലും അത്തരം നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. സൂപ്രണ്ട് ഇനി ഈ ബോണ്ടിൽ ഒപ്പുവെച്ചാൽ ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ നിന്നും പുറത്ത് കടക്കാം. എന്തായാലും ബോബി ചെമ്മണ്ണൂർ സംബന്ധിച്ച് വീണ്ടും വലിയ കുരുക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. കർശന ഉപാധികളോടെ തന്നെയായിരുന്നു ഇത്തരത്തിൽ ജാമ്യം അനുവദിച്ചത്. എന്തെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടായാൽ, ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തു നിന്ന് വീണ്ടും ഒരു നിയമലംഘനം ഉണ്ടായാൽ പ്രോസിക്യൂഷനും അതുപോലെ നടിക്കും നേരിട്ട് കോടതിയെ സമീപിക്കാമെന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. അങ്ങനെ എല്ലാ കർശന ഉപാധികളോടുകൂടി ജാമ്യം അനുവദിച്ചെങ്കിലും പിന്നീട് പുറത്തു പോകാൻ ഇത്തരത്തിൽ ബോബി ചെമ്മണ്ണൂർ വിസമ്മതിക്കുന്നതാണ് കണ്ടത്. എന്തായാലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രതിഭാഗം അഭിഭാഷകർ അടക്കം എന്തായാലും ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. കാണുന്നുണ്ട് അർച്ചന. കൃത്യമായ രീതിയിൽ അവിടെ എല്ലാവരും തടിച്ചുകൂടുന്ന ഒരു സാഹചര്യമാണ് നമുക്കും കാണുവാൻ സാധിക്കുന്നത്. അർച്ചന, ഈ ഒരു 10:15 ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകരോട് അവിടെ കോടതിയിൽ ഹാജരാകാനാണ് കോടതിയുടെ നിർദ്ദേശം. അപ്പോൾ അതിനു മുമ്പ് ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് ഇറങ്ങാനുള്ള സാധ്യതയുണ്ടോ? അതോ ഈ ഒരു കോടതി അഭിഭാഷകരെ കണ്ടതിന് ശേഷമായിരിക്കുമോ ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങുന്നത്? ഇപ്പോൾ അവിടെ എല്ലാം കാണുന്ന കാഴ്ചയിൽ എന്താണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്?
സിന്ദൂരി, നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ സൂപ്രണ്ടിൻ്റെ ഒപ്പടക്കമുള്ള കാര്യങ്ങൾ, അതായത് പുറത്തിറങ്ങാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഉടൻ തന്നെ ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഓക്കെ അർച്ചന, നമുക്കത് പ്രതികരണം ലഭിക്കുന്നില്ലെന്നാണ് മനസ്സിലാവുന്നത്. പറഞ്ഞോളൂ, അർച്ചന തുടർന്നു. കൈമാറിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇതിൻ്റെ ഉദ്യോഗസ്ഥരാണ് അത്. അതായത് ഈ പുറത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവ് അതാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ഈ ബോണ്ടിൽ ഒപ്പുവെച്ച ഉടൻ ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ നിന്നും പുറത്തിറങ്ങാം, കാക്കനാട് ജില്ലാ ജയിലിൽ നിന്നും പുറത്തിറങ്ങാം. എന്തായാലും ഉടനടി അദ്ദേഹം പുറത്തിറങ്ങാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സൂപ്രണ്ടാണ് ഈ ഉത്തരവ് സംബന്ധിച്ച കാര്യങ്ങൾ ഉള്ളിലേക്ക് അയച്ചത്. എന്തായാലും അതിൽ ഒപ്പുവെച്ചാൽ ബോബി ചെമ്മണ്ണൂരിന് പുറത്തിറങ്ങാം. എന്തായാലും 10:15 കൂടി പ്രതിഭാഗം അഭിഭാഷകരോടാണ് കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഉണ്ടായ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നത്. അത് സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം നൽകാനും എന്തായാലും കോടതി ആവശ്യപ്പെടും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇന്നലെ ജാമ്യം അനുവദിച്ചിട്ടും 3:30 കൂടി ജാമ്യം അനുവദിച്ചിട്ടും ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു നിസ്സഹകരണം അദ്ദേഹം കാണിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു കടുത്ത നടപടിയിലേക്ക് കോടതി വീണ്ടും കടക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് വലിയ കുരുക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. എന്തായാലും കർശന ഉപാധികളോടെ നേരത്തെ തന്നെ ജാമ്യം അനുവദിച്ചെങ്കിലും അത്തരമൊരു നിസ്സഹകരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയായിരുന്നു. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യതയാണുള്ളത്. കാരണം ഈ ബോണ്ടിൽ ഒപ്പുവെച്ച ഉടൻ ബോബി ചെമ്മണ്ണൂരിന് പുറത്തേക്ക് ഇറങ്ങാം. അതിനുശേഷം എന്തായാലും ഇത് ഇന്നലെ ഉണ്ടായ സംഭവ വികാസങ്ങൾ എന്താണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു വിസമ്മതി, അതായത് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറാകാത്തെന്ന കാര്യങ്ങളടക്കം എന്തായാലും കോടതി വ്യക്തമാക്കേണ്ടതുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം ഇറങ്ങും. പ്രതിഭാഗം അഭിഭാഷകർ അടക്കം ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിൻ്റെ ആരാധകരെന്ന പേരിൽ എത്തിയ ആളുകളെല്ലാം തന്നെ നേരത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നും മാറ്റിയിരുന്നു. എന്തായാലും അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം ഇവിടെ നിന്നും ഇറങ്ങും. സിന്ദൂരി, അർച്ചന, നമ്മളും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ സ്വീകരിക്കാൻ വേണ്ടി കുറേ അധികം ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അവരുടെ പ്രതികരണങ്ങളും മറ്റും നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഈ ഇത്തരത്തിലൊരു നിസ്സഹകരണം, ജയിലിൽ നിന്നും ഇറങ്ങാതിരിക്കാനുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ തീരുമാനത്തോട് അവർ എങ്ങനെയായിരുന്നു പ്രതികരിച്ചത്? തീർത്തും ഈ ആരാധകർ എന്ന പേരിൽ എത്തിയ ആളുകൾ ഇന്നലെ നാടകീയ രംഗങ്ങളാണ് ഇവിടെ കാഴ്ചവെച്ചത്. എന്നാൽ അവർ പറയുന്നതിനപ്പുറത്ത് അഭിഭാഷകരാണ് ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതായത് ഇത്തരത്തിൽ ജയിലിൽ കഴിയുന്ന ആളുകൾ, സാങ്കേതിക പ്രശ്നങ്ങളാൽ പുറത്തിറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് താനും ജയിലിൽ തുടരുന്നു എന്നൊരു കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അത്തരത്തിൽ ഒരു ഷോ ആക്കി മാറ്റാനുള്ള വേദിയായി ഈ ജയിൽ ബോബി ചെമ്മണ്ണൂർ കണ്ടു എന്നാണ് ഇത് സംബന്ധിച്ച് പ്രധാനമായി പറയാൻ കഴിയുന്നത്. അത്തരത്തിലൊരു ഷോ കാണിക്കേണ്ട ഇടമല്ല ഈ ജയിൽ എന്നാണ് കോടതി ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുക. കാരണം അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് ഇന്നലെ കാര്യങ്ങൾ നീങ്ങിയത്. ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാതെ അത്തരത്തിൽ മാധ്യമ ശ്രദ്ധ കിട്ടാനും അത്തരത്തിൽ വാർത്തകളിൽ ഇടം പിടിക്കാനും ബോബി ചെമ്മണ്ണൂർ കാണിച്ച നാടകീയ രംഗങ്ങളാണ് ഇതെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കണം കോടതി ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത്തരം സംഭവ വികാസങ്ങളാണ് ഇന്നലെ നടന്നത്. കാരണം 3:30 കൂടി ജാമ്യം ലഭിക്കുന്ന ഉത്തരവ് നൽകുന്നു. അതിനുശേഷം അത് കാക്കനാട് ജില്ലാ ജയിലിലേക്ക് എത്തിക്കുന്നു. പിന്നീട് ബോണ്ടിൽ ഒപ്പുവെക്കാൻ തയ്യാറാകാതെ ബോബി ചെമ്മണ്ണൂർ ഇത്തരത്തിലുള്ള വിചിത്രവാദങ്ങൾ ഉന്നയിച്ച് ആ ഷോ തുടരുന്നതാണ് കണ്ടത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പം കോടതി സ്വമേധയാ ഈ കേസ് വീണ്ടും പരിഗണിക്കാൻ പോകുന്നത്. 10:15 കൂടി പ്രതിഭാഗം അഭിഭാഷകർ ഇത് സംബന്ധിച്ച് ഹാജരാകണം, ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കണമെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഉടനടി അക്കാര്യത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നു. ഇതൊരു കോടതി അലക്ഷ്യമായി നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഇതൊരു കർശന നിർദ്ദേശമായി തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ബോബി ചെമ്മണ്ണൂരിന് വീണ്ടും ഒരു കുറുക്ക് മുറുകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇപ്പോൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങേണ്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും. അതിനുശേഷം അഭിഭാഷകരുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കും ചിലപ്പോൾ കോടതിയിൽ ഹാജരാകാൻ. എന്തായാലും 10:15 കൂടി ഹാജരാകാനാണ് ഇപ്പോൾ PV കുഞ്ഞികൃഷ്ണൻ്റെ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ എന്തായാലും ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. എന്താണ് ഇത്തരത്തിൽ വിസമ്മതിക്കാനുള്ളൊരു കാരണമായി കണക്കാക്കേണ്ടത്? കാരണം ജാമ്യം ലഭിക്കാൻ ഹർജി സമർപ്പിക്കുന്നത് ഈ പ്രതിഭാഗം തന്നെയാണ്. അത്തരത്തിൽ ഹർജി സമർപ്പിച്ച് ജാമ്യം നൽകിയിട്ടും അത്തരത്തിലൊരു നിസ്സഹകരണം തുടർന്നത് എന്താണെന്നടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. സിന്ദൂരി.